ഓം സായിറാം. എല്ലാവർക്കും സായി കൃപവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണല്ലേ. ബാബ ഭക്തരായി നമുക്ക് ഓരോരുത്തർക്കും പ്രാധാന്യമുള്ള വ്യാഴാഴ്ച ദിവസമാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതും അതുപോലൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പല പല ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കഷ്ടതകൾ എല്ലാം ഭാവിയോട് പ്രാർത്ഥനയായി പറയാറുണ്ടല്ലേ. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, നമ്മുടെ പ്രാർത്ഥനകൾ വൈകുന്തോറും ബാബ നമ്മളെ ശരിയായിട്ട് കേൾക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു തോന്നാത്ത ഒരു ഭക്തരും ഉണ്ടാകില്ല അല്ലേ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ നിമിഷം കേൾക്കുന്ന പലർക്കും ഉള്ളിൽ ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കാം നിങ്ങളിത് ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ അതിൻ്റെ കാരണവും വ്യക്തമായി മനസ്സിലാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാബ പറഞ്ഞ ശ്രദ്ധ, സബൂരി, വിശ്വാസം, ക്ഷമ, ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചില പ്രാർത്ഥനകൾ, ബാബയോടുള്ള ചില പ്രാർത്ഥനകൾ എന്തുകൊണ്ട് വൈകുന്നു എന്നതിനുള്ള കാരണമാണ് കേട്ടോ. നമ്മളിപ്പോൾ ബാബയോട് ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു മോശം സമയത്തെക്കുറിച്ചായിരിക്കാം, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം, നമ്മുടെ ദുരിതമായിരിക്കാം, നമ്മുടെ ഒരു കഷ്ടപ്പാടായിരിക്കാം, നമ്മളതൊരു പ്രാർത്ഥനയായി ബാബയുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സഹായമോ അതിൽ നിന്നും ഒരു മോചനമോ കിട്ടിയില്ലെന്നല്ല, വൈകിയേക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ബാബ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഭക്തി എന്ന് പറയുന്നത് അത്രത്തോളം എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ മാത്രമുള്ള ഭക്തി എനിക്ക് ഇല്ലേ, എൻ്റെ ഭക്തിക്ക് കുറവുണ്ടോ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ ബാബയോട് ചെയ്യുന്ന ആരാധനയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടോ, അതുകൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന വൈകിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബാബ എന്നെ കേൾക്കുന്നില്ല, ഇങ്ങനെയുള്ള 100 ഡൗട്ട്സ് നിങ്ങൾക്ക് വരാം അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ വൈകുന്ന സമയത്ത് ഒരിക്കലും അത് ബാബ വൈകിപ്പിക്കുന്നതോ ഒന്നുമല്ല കേട്ടോ, നിഷേധിക്കലല്ല. അതിൽ ഒരു കാലതാമസം വരുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. നമ്മൾ കാണുന്നത് എന്താണ്, നമ്മുടെ ഇന്നേ ദിവസത്തെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനകളിലൂടെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ചിലപ്പോൾ മുൻപ് നടന്നതാകാം, അല്ലെങ്കിൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്ന് നമുക്കറിയാമായിരിക്കാം. പക്ഷേ ആ ഒരു ചെറിയ ജീവിതം എന്താണ് നടക്കുന്നതെന്നേ നമുക്കറിയാവൂ. പക്ഷേ ഓരോ ഭക്തനെക്കുറിച്ചും അവരുടെ ജീവിതം മുഴുവനായിട്ട് അറിയാവുന്നത് ബാബയ്ക്കാണല്ലേ. അപ്പോൾ ഏത് സമയത്ത് എങ്ങനെ നൽകിയാൽ നമുക്ക് അത് ശരിയായിരിക്കും എന്നുള്ള സമയം ബാബയ്ക്ക് നിശ്ചയമുണ്ട് ഓരോ ഭക്തനെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം അതത് സമയങ്ങളിൽ നമ്മളെ തേടിയെത്തും. അത് എത്ര വൈകിയായിരുന്നാലും താമസം എന്നുള്ളതല്ലാതെ നിഷേധിക്കപ്പെടുന്നില്ല. നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു പ്രാർത്ഥനയും നിഷേധിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാരണമാണ്. രണ്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ബാബയുടെ മുമ്പിൽ നമ്മുടെ ഒരു പ്രശ്നം പറയുകയാണ്, നമ്മൾ അതിനൊരു പരിഹാരം തേടുകയാണ്. പക്ഷേ നമുക്ക് ഇന്ന് ഈ നിമിഷം അറിയാവുന്നത് ആ ഒരു പ്രശ്നം മാത്രമായിരിക്കാം അല്ലേ. ഒരുപക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഒരു 10 പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഭാവിയിൽ, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഒരു 10 പ്രശ്നങ്ങളുണ്ട്, നമുക്കതറിയില്ല. അപ്പോൾ ആ ഒരു 10 പ്രോബ്ലംസും ശരിയാക്കിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന മെയിൻ പ്രോബ്ലത്തിന് ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ ആ ഒരു കാലതാമസം നമുക്കുണ്ടാകുന്നത് ബാബ അതിന് ചുറ്റിപ്പറ്റിയുള്ള ബാക്കി എല്ലാ പ്രോബ്ലംസും സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു സമയമായിരിക്കാം. അങ്ങനെ ആ ഒരു 10 പ്രശ്നവും നീങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ലഭിക്കുകയും നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നമ്മുടെ ജീവിതം നന്നാവുകയും ചെയ്യും. ചിലപ്പോൾ അതായിരിക്കാം നമ്മുടെ പ്രാർത്ഥന വൈകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലരെന്താണ്, നമ്മൾ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമ്മൾ പറയുകയാണ് ബാബയോട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, നമ്മളൊരു ജോലിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം എനിക്കൊരു ജോലി കിട്ടണമെന്നാണ്. പക്ഷേ ബാബ അവിടെ ചെയ്യുന്നത് ഒരു പരീക്ഷണം കൂടെ ചെയ്യും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ബാബ അവിടെ ഒന്ന് പരീക്ഷിക്കും. കാരണം കറക്റ്റ് സമയത്ത് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സന്തോഷത്തിലും അധികം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ദുഃഖമായി മാറാം ചിലപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ അതിനുവേണ്ടി ഫുൾ തയ്യാറെടുപ്പോടുകൂടി ഇരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ ആഗ്രഹം ബാബ ഉറപ്പായും നിങ്ങൾക്ക് നൽകിയിരിക്കും. അതിലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കാര്യം വൈകുന്നത് അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇനിയൊരു കാര്യമെന്ന് പറയുന്നത്,
നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ആഗ്രഹങ്ങളും ഓരോ പ്രാർത്ഥനകളും ബാബയുടെ മുമ്പിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. എൻ്റെ വിശ്വാസം കൂടണമെങ്കിൽ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രാർത്ഥന കേട്ടാൽ മാത്രമേ എനിക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്ന സമയത്ത് അതൊരിക്കലും ഒരു വിശ്വാസമായി മാറുന്നില്ല കേട്ടോ. ഫലം കിട്ടിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും ബാബ പറഞ്ഞ ശ്രദ്ധ സബൂരി അല്ല. വിശ്വാസം ഒരിക്കലും അങ്ങനത്തെ വിശ്വാസമല്ല. ഫലമില്ലായിരുന്നാൽ പോലും അതിനുവേണ്ടി ക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ മാത്രമാണ് ബാബ ചോദിച്ച 2 രൂപ ദക്ഷിണ, 2 പൈസ ദക്ഷിണ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധ സബൂരി എന്ന് പറയുന്ന ആ ഒരു 2 പൈസ ദക്ഷിണ നമ്മൾ ബാബയ്ക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ബാബയുടെ മുൻപിൽ വെക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാ ആഗ്രഹങ്ങൾക്കും ബാബയുടെ സമയക്രമം എന്താണോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടും വിശ്വാസത്തോടും കൂടി കാത്തിരിക്കുക. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ പല കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ബാബയോട് പറഞ്ഞേക്കാം. അതെല്ലാം വൈകുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ സമയമാകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഇരട്ടിയായി ബാബ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മൾ ആ ഒരുപാട് വർഷം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് പെട്ടെന്നായിരിക്കും നമുക്കൊരു പരിഹാരം ലഭിക്കുന്നത്, നമ്മൾ പോലും വിചാരിക്കാത്തൊരു സമയത്ത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധ സബൂരി, വിശ്വാസം, ക്ഷമ, ഇത് രണ്ടും നമ്മൾ ഓരോ ബാബാ ഭക്തരും എന്ത് ചെയ്യുക, എത്രത്തോളം കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടേ വരിക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ബാബ നിങ്ങൾക്ക് നൽകും. ആ നൽകുന്ന സമയത്ത് നിങ്ങൾ മനസ്സറിഞ്ഞ് ബാബയ്ക്കൊരു നന്ദി പറയുക. അതുപോലെ തന്നെ ഈ കാത്തിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ പറയേണ്ടത്, ബാബ, ഞാൻ ബാബയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു, ബാബയുടെ സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അതിലേറെ വിശ്വസിക്കുന്നു എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രദ്ധ സബൂരി എപ്പോഴും പറയുക ഈ 2 വാക്കുകൾ. അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലായി പ്രാവർത്തികമായി കൊണ്ടുവരുന്നുവോ അത്രത്തോളം നന്മകൾ നിങ്ങളെ തേടി എത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.